കമൽഹാസന് ശേഷം ഒന്നിലധികം ദേശീയ അവാർഡ് സ്വന്തമാക്കിയ നടനാണ് ധനുഷ. ആടുകളത്തിലൂടെ കരിയറിലെ ആദ്യ നാഷണൽ അവാർഡ് സ്വന്തമാക്കിയ ധനുഷ അസുരനിലൂടെ വീണ്ടും രാജ്യത്തെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടു. കഥാപാത്രത്തിലേക്ക് വളരെ വേഗത്തിൽ കൂടുമാറ്റം നടത്താൻ സാധിക്കുന്ന ചുരുക്കം നടന്മാരിൽ ഒരാളാണ് ധനുഷ. താരത്തിന്റെ ഏറ്റവും പുതിയ ഹിന്ദി ചിത്രം തേരെ ഇഷ്ക് മേമിന്റെ ടീസർ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ധനുഷ് വീണ്ടും കോളേജ് വിദ്യാർത്ഥിയായി വേഷമിടുന്നു എന്നതാണ് തേരെ ഇഷ്ക് മേമിന്റെ പ്രത്യേകത. ധനുഷിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്ന് ഇതിൽ കാണാൻ സാധിക്കുമെന്നാണ് ആരാധകർ അവകാശപ്പെടുന്നത്. ഈ വർഷം ധനുഷ് നായകനായെത്തുന്ന മൂന്നാമത്തെ ചിത്രമാണ് തേരെ ഇഷ്ക് മേം. മൂന്നും ഒന്നിനൊന്ന് വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് എന്നതാണ് ശ്രദ്ധേയം. ഈ വർഷത്തെ ആദ്യ റിലീസായ കുബേരയിൽ ഭിക്ഷക്കാരന്റെ വേഷത്തിലാണ് ധനുഷ് പ്രത്യക്ഷപ്പെട്ടത്. ദേവ എന്ന കഥാപാത്രമായി ഗംഭീര പ്രകടനമാണ് താരം കാഴ്ചവെച്ചത്. ധനുഷ് സംവിധാനം ചെയ്ത പ്രധാന വേഷത്തിലെത്തിയ ഇഡ്ഡലിക്കടയാണ് രണ്ടാമത്തെ റിലീസ്. കുബേരയിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ കഥാപാത്രത്തെയാണ് ഇഡ്ഡലിക്കടയിൽ ധനുഷ് അവതരിപ്പിക്കുന്നത്. 5 സ്റ്റാർ ഹോട്ടലിലെ ജോലി വേണ്ടെന്ന് വെച്ച് അച്ഛൻ ആരംഭിച്ച സാധാരണ ഇഡ്ഡലിക്കട നോക്കി നടത്തുന്ന മുരുകൻ എന്ന കഥാപാത്രമായാണ് ധനുഷ് ഈ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത്. തേരെ ഇഷ്ക് മേമിലും കഥാപാത്രത്തിന്റെ വ്യത്യസ്തത കൊണ്ട് ധനുഷ് ഞെട്ടിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. എല്ലാം ഒത്തുവന്നാൽ കരിയറിലെ മൂന്നാമത്തെ ദേശീയ അവാർഡ് ധനുഷ് സ്വന്തമാക്കാൻ സാധ്യതയുണ്ടെന്നാണ് കണക്കുകൂട്ടൽ. സ്റ്റാർ എന്നതിലുപരി മികച്ച നടനെന്നറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ധനുഷ് ചരിത്ര നേട്ടം സ്വന്തമാക്കുമെന്നാണ് ആരാധകർ പറയുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി മാക്സ്.